അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നമ്മളൊക്കെ അവന്റെ പ്രത്യേകമായ പൊരുത്തത്തിലും അല്ലാഹുവിന്റെ സ്നേഹത്തിലും മഹബത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. ഇന്നലെ നമ്മൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്, പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടവരാണ്, കുടുംബ ബന്ധങ്ങൾ പാലിക്കേണ്ടവരാണ്, സ്വാർത്ഥതയും അതുപോലെ അഹങ്കാരവും മനുഷ്യരായ നമുക്ക് ഒട്ടും തന്നെ യോജിക്കുന്നതല്ല എന്നെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പരസ്പരം കരുണ ചെയ്ത് ജീവിക്കേണ്ടവരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യർഹമുല്ലാഹു മല്ലാ യർഹമിന്നാസ്. ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവർക്ക് അല്ലാഹു കരുണ ചെയ്യൂല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യൂല എന്ന് ഖബറും ആക്കാം, ചെയ്യാതിരിക്കട്ടെ എന്ന് ദുആയുമാക്കാം. അപ്പോ ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തതുമാകാം. രണ്ട് നിലക്കും മുഹദ്ദിസീങ്ങൾ ആ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. കരുണ അത് മനുഷ്യർക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കുമുള്ള ഒരു സ്വഭാവമാണ് കരുണ. അല്ലാഹുവിന്റെ പേരുകളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ രണ്ട് പേരുകളാണ് റഹ്മാൻ റഹീം. ആ റഹ്മാൻ റഹീം എന്ന പേര് ഉൾക്കൊണ്ടതാണ് ബിസ്മി, അതുകൊണ്ടാണ് തുടങ്ങുന്നത്. അതേ അർത്ഥമുള്ള, ഏകദേശം ആ അർത്ഥത്തിനോട് യോജിക്കുന്ന ഒരർത്ഥമാണ് റഊഫ് എന്നതിന്, വാത്സല്യം കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു രണ്ട് പേരിട്ടിട്ടുണ്ട്, റഊഫുർ റഹീം. ലഖദ് ജാഅക്കും എന്നുള്ള ആ ആയത്തിന്റെ അവസാനം നബി തങ്ങളെ അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട രണ്ട് പേരിട്ട് വിശേഷിപ്പിച്ചു. റഊഫുർ റഹീം, വാത്സല്യം കാണിക്കുന്ന നബി, കരുണ കാണിക്കുന്ന നബി. അപ്പൊ കരുണ എന്നത് ഉത്തമ മനുഷ്യരായ, മഹാനായ മനുഷ്യരിൽ ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അല്ലാഹു കൊടുത്ത ഒരു സ്വഭാവമാണ് കരുണ. അല്ലാഹുവിന്റെ സ്വഭാവങ്ങളിലും സിഫത്തുകളിലും മികച്ചു നിൽക്കുന്ന ഒന്നാണ് റഹ്മാന് റഹീം. അല്ലാഹു പറയുന്നു, വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ. എല്ലാ വസ്തുക്കൾക്കും എന്റെ റഹ്മത്ത് വിശാലമായതാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അഥവാ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്ത യാതൊന്നും ഇവിടെ ഇല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ. തഖ്വയുള്ളവർക്ക് ആ റഹ്മത്ത് ഞാൻ തീർച്ചയായും എഴുതി വെക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ നമ്മോട് പറയുകയാണ്. ഒരു ദിവസം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ ബീവിയുടെ അടുത്ത് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കയ്യിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. യാചിക്കാൻ വേണ്ടി, കഴിക്കാനൊന്നുമില്ലാതെയാണ് ആയിഷ ബീവിയുടെ അടുത്തേക്ക് വന്നത്. ആയിഷ ബീവി പറയുന്നു, എന്റെ അടുത്ത് ഒരു കാരക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാരക്ക ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ എന്ത് ചെയ്ത്, ആ ഒരു കാരക്ക രണ്ട് കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം ഒരു കുട്ടിക്കും മറ്റേ കഷ്ണം മറ്റേ കുട്ടിക്കും കൊടുത്തു. ആ പെണ്ണ് ഒന്നും കഴിച്ചില്ല, അവൾ ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നു. നബിയോട് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി പറയുകയാണ്, മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ. ഈ പെൺകുട്ടികളിൽ നിന്ന് ആരെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു, ഫഅഹ്സന ഇലൈഹിന്ന, ആ പെൺകുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ, കുന്ന ലഹു സിത്റം മിനന്നാർ, ആ പെൺകുട്ടികൾ ഈ
സേവനം ചെയ്ത രക്ഷിതാവിന്, ഉമ്മക്ക്, ഉപ്പക്ക് നരകത്തിനെ തൊട്ട് മറയായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ ഭാര്യ പ്രസവിച്ചു, എന്താ കുട്ടി? പെൺകുട്ടിയാ? ഈ രൂപത്തിലുള്ള ഒരു ചോദ്യം നമ്മളോട് സംഭാഷണം ചെയ്യുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മറുപടി, ആണായാലും പെണ്ണായാലും പടച്ചോൻ തരുന്നതല്ലേ. കുട്ടിന്റെ ഉപ്പായുടെ ഒരു മറുപടി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആണായാലും പെണ്ണായാലും പടച്ചോൻ തരുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഈ തന്നതിൽ തൃപ്തിയില്ല എന്നല്ലേ ആ വാക്കിന്റെ ധ്വനി? കാരണം എപ്പോഴാ നമ്മൾ പറയാ, എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ നമ്മൾ പറയും സമാധാനിച്ചുകൊണ്ട്, അള്ള തന്നതല്ലേ, നമ്മൾ സ്വീകരിക്കല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ചില ആളുകള്, പെൺകുട്ടിയാണല്ലേ, പിന്നെ ആണായാലും പെണ്ണായാലും അള്ള തരുന്നതല്ലേ എന്ന് പറഞ്ഞാല് എന്തോ ഒരു അതൃപ്തിയാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പാക്ക് പെൺകുട്ടി ജനിച്ചതിൽ നിന്ന് എന്ന് വ്യക്തമാകുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബുൽ ബനാത്തി, നിങ്ങൾ പെൺകുട്ടികളെ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഫ ഇന്നി അബുൽ ബനാത്ത്, ഞാൻ പെൺകുട്ടികളുടെ ഉപ്പയാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ഉപ്പയാകുക എന്നതൊരു മഹത്വമാണ്, പെൺകുട്ടികളുടെ ഉപ്പയാവുക എന്നതൊരു അഭിമാനമാണ്. നിങ്ങൾ പെൺകുട്ടികളെ ചീത്ത പറയരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോ അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് നമ്മുടെ ഒക്കെ ഇവിടെ കേരളത്തിൽ അത്ര വിഷയമല്ല, പക്ഷേ മറ്റു പല സ്റ്റേറ്റുകളിലും ഹോസ്പിറ്റലുകളിൽ അൾട്രാസൗണ്ട് സ്കാൻ നടത്തി, ലിംഗനിർണയം നടത്തി, പെണ്ണാണെങ്കിൽ അബോർഷൻ ചെയ്ത് ദാരുണമായി കൊല്ലുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികളോടുള്ള ആ ഒരു വിവേചനം ജാഹിലിയ കാലത്തുണ്ടായത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടച്ചു മാറ്റിയതായിരുന്നു. ആ ജാഹിലിയത്തിനേക്കാൾ അതിക്രൂരമായ രൂപത്തിലാണ് ഇന്ന് പെൺകുട്ടികളോട് വിവേചനമായിട്ട് പെരുമാറുന്നത്. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അപ്പൊ കരുണ മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു സ്വഭാവമാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഉന്നതമായി നിൽക്കുന്നതാണ് റഹ്മാന് റഹീം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവർക്ക് ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്കും കരുണ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും കരുണ വേണം, മനുഷ്യരോട് കരുണ വേണം, ഇതര ജീവജാലങ്ങളോട് കരുണ വേണം, എല്ലാവരോടും കരുണ വേണം. അപ്പൊ ഒരു പാമ്പിനെ കണ്ടാൽ പാമ്പിനോട് കരുണ വേണം. എങ്ങനെയാണ് ആ കരുണ? ഈ ക്ലാസ് തീരുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ടൈപ്പ് ചെയ്യണം, പാമ്പിനോട് കാണിക്കേണ്ട കരുണ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരോടും കരുണ വേണം. കോഴിനെ അറുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കോഴിനെ അറുക്കുന്നത്. കരുണ ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോഴിനെ അറുക്കുന്നത്. അങ്ങനെ കോഴിനെ അറുക്കുമ്പോൾ എന്ത് കരുണയാണ് ആ കോഴിക്ക് കിട്ടുന്നത്? അത് തിന്നാൻ വരുന്ന ആൾക്കാർക്ക് കരുണൊക്കെ ഉണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ കോഴിക്ക് എന്ത് കരുണയാണുള്ളത്? അതും ഈ ക്ലാസ് കേൾക്കുന്ന 1072 ആളുകളുണ്ട് ഓൺലൈനിൽ. നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ വേണം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു തിയറിയാണ്. ഇരിക്കട്ടെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കരുണ ചെയ്യാൻ പഠിപ്പിച്ചതാണ്. നോക്ക് നിങ്ങൾ, എത്രത്തോളം എല്ലാ ജീവജാലങ്ങളും അവരുടെ മക്കളോടും
അതുപോലെ സഹജീവികളോടും കരുണയോടെ വർത്തിക്കുന്നുണ്ട് എന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. കാക്കക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് അതിനെ നോക്കുമ്പോൾ കാക്ക തന്നെ അന്താളിച്ചു പോകും. കാരണം എന്താ? യഖ്റുജു മിൻ ഗൈരി റീഷിൻ, തൂവലില്ലാതെയാണ് കാക്കയുടെ കുട്ടി പുറത്തു വരുന്നത്. ഫയകൂനു കഅന്നഹു കിത്അതു റഹ്മിൻ അഹ്മർ, ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെ കാക്ക കുഞ്ഞിനെ വിരിച്ചപ്പോൾ കാക്കക്ക് അനുഭവപ്പെടും. അപ്പൊ കാക്ക എന്താ ചെയ്യാ? വൽ ഗുറാബു യഫിറു മിൻഹു വലാ യഖൂമു ബിതർബിയതിഹി, ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരിക്കലും കാക്ക മുതിരൂല. ഇത് എന്റെ വർഗത്തിൽ പെട്ടതല്ല, ആരോ എന്റെ കൂട്ടിൽ അന്യായമായി മുട്ടയിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കാക്ക അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ സുമ്മ ഇന്നൽ ബഊള യജ്തമിഉ, പിന്നെയാണ് ആ കുട്ടി ഒറ്റയ്ക്ക് ആ കൂട്ടിൽ കഴിയുന്ന സമയത്താണ് അവിടെ ഒരു പ്രത്യേകം പ്രാണികൾ പൊതിയുന്നത്. പ്രാണികൾ പൊതിയാൻ കാരണം ഇതൊരു ഇറച്ചി കഷ്ണം പോലെയുള്ള കുട്ടിയാണ്, അപ്പൊ ഇതിനെ ഭക്ഷണം കഴിക്കാലോ എന്ന് വിചാരിച്ച് ഏതാനും പ്രാണികൾ അവിടെ അടിഞ്ഞുകൂടും. ആ പ്രാണികൾ അടുത്തു വന്നാൽ ആ പ്രാണികളെ ഈ കാക്കക്കുട്ടി കഴിക്കും. അങ്ങനെ കുട്ടി ഭക്ഷണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ചിറക് വല്ലേ മുളച്ചു വരും. അപ്പോഴാണ് തള്ളക്കാക്ക തിരിച്ചു വരിക എന്ന് ചരിത്രം പറയുകയാണ്. അല്ലാഹു തആല ഓരോ ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ചെയ്യുന്നത്. പടച്ച റബ്ബ് അതല്ലേ, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നിങ്ങളുടെ ശരീരത്തെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ മനസ്സിലാക്കാം. നബി തങ്ങൾ പറയുന്നു, തഫക്കറു ഫിൽ ഖൽഖി വലാ തതഫക്കറു ഫിൽ ഖാലിഖ്. സൃഷ്ടാവായ അല്ലാഹുവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, സൃഷ്ടികളെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ അല്ലാഹുവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബോധമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഏറ്റവും വലിയ രണ്ട് വിശേഷണങ്ങൾ റഊഫ് റഹീം, കരുണ ചെയ്യുന്ന ആൾ എന്ന് പ്രത്യേകം നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നബി തങ്ങളെ പറ്റി പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പല്ല് പൊട്ടിയില്ലേ, ആ പൊട്ടിയപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്ത്, അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എന്റെ ഖൗമിന് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്, എന്റെ ഖൗം അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. നോക്കണേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കരുണയുള്ള ആളാ. ആ പർവ്വതം ഉഹദ് മല പോലെയുള്ള പർവ്വതം ഈ ശത്രുക്കളുടെ മുകളിലേക്ക് ഞാൻ മറിച്ചിടാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾ അത് സമ്മതിച്ചില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ത്വായിഫിൽ നിന്ന് എറിഞ്ഞ് അവിടുത്തെ കുട്ടികൾ കാല് എറിഞ്ഞ് പൊളിച്ചപ്പോൾ ആ ചോര വീഴാൻ തുടങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ എത്രയും പെട്ടെന്ന് നബി തങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. ജിബ്രീലിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ അതിവേഗതയിൽ ഭൂമിയിലേക്ക് വന്ന സന്ദർഭം ഏതാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബി തങ്ങളുടെ കാല് കുട്ടികൾ എറിഞ്ഞ് പൊട്ടിച്ച് ചോര വന്നപ്പോ ആ ചോരയെങ്ങാനും ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു ഒന്നും തന്നെ മുളപ്പിച്ച് കളയൂല. അതുകൊണ്ട് ആ ചോര പിടിക്കാൻ വേണ്ടി, ആ ചോര ഭൂമിയിലാകുന്നതിനെ തടുക്കാൻ വേണ്ടി ഞാൻ വളരെ ബേജാറായി വന്നിട്ടുണ്ട് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കരുണയുള്ള ആളാണ്. വലൗ കുന്ത ഫല്ലൻ വലീലൽ ഖൽബി ലൻ ഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, നിങ്ങളെങ്ങാനും പരുക്കൻ സ്വഭാവമുള്ള ആളാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു, എല്ലാവർക്കും നിങ്ങളോട് വെറുപ്പാകുമായിരുന്നു നബിയെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു, ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നെ വിരുന്നിന് ക്ഷണിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഫനസല ഉറാബുൻ, ഒരു കാക്ക ഇറങ്ങി വരുന്നത്.
കാക്ക വന്നിട്ട് വസലബ റഗീഫ, ഒരു പത്തിരി കഷ്ണം എടുത്ത് വളരെ വേഗത്തിൽ പാറിപ്പോയി. അങ്ങനെ ഞാൻ അത്ഭുതത്തോടുകൂടെ ആ കാക്കയുടെ പിന്നാലെ പോയി. അവസാനം കുന്നിന്റെ മുകളിലാണ് ആ കാക്ക ഇറങ്ങിയത്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു കാക്കയെ ഫോളോ ചെയ്ത് അവസാനം ആ മലമുകളിലെത്തിയപ്പോൾ എന്താ കാണുന്നത്? വൈദാഹു ബിറജുലിൻ മുഖയ്യദുൻ മഷ്തൂദുൽ യദൈൻ, രണ്ട് കൈകൾ ചങ്ങലക്കിട്ടുകൊണ്ട് ഒരാൾ അവിടെ കടക്കുകയാണ്. ഫഅൽഖൽ ഖുറാബു ദാലിക റഗീഫ അലാ വജ്ഹിഹി, ആ മനുഷ്യന്റെ മുഖത്ത് കൊണ്ടുപോയിട്ട് ഈ പത്തിരി കഷ്ണം വെച്ച് കൊടുക്കുകയാണ് ഈ കാക്ക ചെയ്യുന്നത്. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെപ്പോഴും വേണ്ട സ്വഭാവമാണ് കരുണ. കരുണ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. അവർ നമുക്ക് എന്തെങ്കിലും തരും, എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് റിവാർഡ് പ്രതീക്ഷിച്ചിട്ടാവരുത് നമ്മൾ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു സഹായം ചെയ്തു കൊടുത്താൽ നാളെ ആരെങ്കിലും മുഖേന റബ്ബ് നമുക്ക് അത് തരും. ഒരു ഉദാഹരണം, നമ്മൾ ഒരു വഴിയിലൂടെ പോവുകയാണ്, വണ്ടി കിട്ടാതെ ഒരു സഹോദരൻ വളരെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ ലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ജീവിതത്തിൽ കണ്ടോളണമെന്ന് തന്നെ ഇല്ല. പക്ഷേ നാം എവിടെങ്കിലും ചെന്ന് ഒറ്റപ്പെട്ട് വാഹനമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അല്ലാഹു തആല ചുമതലപ്പെടുത്തും. എന്നിട്ട് നമ്മുടെ ആവശ്യം അല്ലാഹു തആല നിറവേറ്റി തരും. അപ്പൊ മറ്റുള്ളവരുടെ വക്കൽ നിന്ന് യാതൊരു ഉപകാരവും പ്രതീക്ഷിക്കാതെ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരും എന്നുള്ള ആ ഉറപ്പിന്റെ മേലിലാകണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് അർഹമായ പ്രതിഫലവും അല്ലാഹു നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ, ചില പോലീസുകാര്, പട്ടാളക്കാര്, രാഷ്ട്രീയക്കാര്, അവരൊക്കെ എത്ര കരുണയില്ലാതെയാണ് പെരുമാറുന്നത്. ഇപ്പോ അമേരിക്കൻ പട്ടാളക്കാർ അബൂ ഗരീബിലും അതുപോലെ ഗോണ്ടനോമയിലും കാണിക്കുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങൾ വായിക്കുമ്പോ തന്നെ നമുക്ക് ഞെട്ടലാണ്. അവര് മനുഷ്യരോട് ചെയ്യുന്ന ആ ഒരു സമീപനം കേവലം ഒരു പൂച്ചയോടോ നായയോടോ ചെയ്യാൻ പോലും നമുക്ക് കഴിയൂല. അത് വായിക്കാനും കേൾക്കാനും സഹിക്കാനും നമുക്ക് പറ്റുന്നില്ല. അത് അല്ലാഹു റഹ്മത്ത് ഊരിക്കളഞ്ഞാൽ, മനുഷ്യന്റെ കൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്ത് ഊരിക്കളഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ചെയ്യാൻ കഴിയാത്തതും കൈയുറക്കാത്തതുമായ യാതൊരു സംഗതിയും ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാര്, അവരൊക്കെ വളരെ വാത്സല്യമുള്ളവരായിരുന്നു, കരുണയുള്ളവരായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നട്ടപ്പാതിരക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുകയാണ്. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ പിന്നാലെ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ കയറി. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ കയറി. നേരം വെളുത്തപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പോയപ്പോൾ എന്താണ് അവസ്ഥ? ഫഇദാ ബിഅജൂസിൻ അംയാ, അതാ കണ്ണ് കാണാത്ത തളർന്നു കിടക്കുന്ന ഒരു വയസ്സായ സ്ത്രീ അവിടെയുണ്ട്. അപ്പോൾ ആ പെണ്ണിനോട് ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ച്, മാ ബാലു ഹാദർ റജുലി യഅതീകി, എന്താ ഉമ്മ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഇയാൾ നിങ്ങളുടെ അടുത്തേക്ക് എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലേ ഇന്നഹു യതആഹദുനി മുൻദു കദാ വകദാ വയുഖ്രിജു അന്നിൽ അദാ, വർഷങ്ങളായി എന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ എല്ലാ സംരക്ഷണവും ഈ ഉമർ എന്ന് പറയുന്ന അദ്ദേഹമാണ് നടത്തുന്നത്. അപ്പൊ എന്റെ കാര്യങ്ങള്, എന്റെ മലവിസർജനത്തിന് വൃത്തിയാക്കി തരാനും എനിക്ക് ഖിദ്മത്ത് ചെയ്തു വരാനും ഭക്ഷണം തരാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വരികയാണ് എന്ന്
ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ഞെട്ടുകയാണ്. നോക്കി നിങ്ങൾ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ആ ഉമർ തങ്ങളെ പറ്റിയിട്ട് പുറത്തുള്ള ചിത്രമായിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ്. ആ മനസ്സ് ശുദ്ധമാണ്, മനസ്സ് റഹ്മത്തുള്ള മനസ്സാണ്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവകളായ സ്ത്രീകൾക്കും അഗതികൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവര് കസ്സാഇ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും കരുണയുള്ളവരാവണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ബാക്കി വിഷയങ്ങൾ പറയാം. അല്ലാഹുവിന്റെ ദീന് പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.